റെഡ്മിയുടെ 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 13 പ്രോ. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് പോക്കോ X6 എന്നുള്ളൊരു സ്മാർട്ട് ഫോണും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ രണ്ട് ഫോണുകളും തമ്മിൽ 4,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ ചില ഫീച്ചേഴ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് റെഡ്മി നോട്ട് 13 പ്രോ എടുക്കണോ അല്ലാന്നുണ്ടെങ്കിൽ പോക്കോ X6 എന്നുള്ള സ്മാർട്ട് ഫോൺ എടുത്താൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 13 പ്രോയും അതുപോലെ തന്നെ പോക്കോ X6ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിലും ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ രണ്ട് ഫോണുകളിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഈ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 12-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും ഈ രണ്ട് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ പൈസ കൊടുത്തിട്ട് റെഡ്മി നോട്ട് 13 പ്രോ എടുക്കണം എന്നില്ല. ഇനി പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളുടെയും വെയിറ്റ് വരുന്നത് 187 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.98 mm ആണ്. IP54 റേറ്റിംഗ് ഈ രണ്ട് ഫോണുകളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് റെഡ്മിയിൽ ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നാൽ പോക്കോയിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയെ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതും സെയിം തന്നെയാണ്. ഈ രണ്ട് ഫോണുകളും സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 10 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ റെഡ്മിയിൽ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലേ വരുന്നുള്ളൂ. പക്ഷേ പോക്കോയിൽ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അപ്പോൾ റെഡ്മിക്ക് വില കൂടുതലാണ് എന്നുണ്ടെങ്കിലും ബേസ് വേരിയൻറ്റിൽ നമുക്ക് 128GB ഇൻറ്റേർണലേ കിട്ടുന്നുള്ളൂ. പക്ഷേ പോക്കോക്ക് വില കുറവാണെന്നുണ്ടെങ്കിലും ബേസ് വേരിയൻറ്റിൽ തന്നെ 256GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. അപ്പം വിലയുടെ കാര്യം നോക്കുമ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ റെഡ്മിയിലും 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. പോക്കോയിൽ 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള വെർഷൻസ് നമുക്ക് പോക്കോയിൽ ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോണുകൾ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 3.5mm മോഡി ജാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിലാണ് ഈ രണ്ട് ഫോണുകളും തമ്മിൽ വലിയൊരു ഡിഫറൻസ് വരുന്നത്. ഇതിൽ രണ്ട് ഫോണുകളിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മിയിൽ 200 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പോക്കോയിൽ 64 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിലും OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ മാക്രോ ലെൻസും വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റെഡ്മിയിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റെഡ്മിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ റെഡ്മിയിൽ വരുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിനും റെഡ്മി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളിലും 16 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ഫോണും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് ക്യാമറയുടെ കാര്യത്തിലാണ്.
റെഡ്മിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ ബെറ്റർ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി കൂടുതൽ പൈസ ചിലവാക്കിയിട്ട് റെഡ്മി നോട്ട് 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, ചില ആൾക്കാർക്ക് പോക്കോ ബ്രാൻഡിൽ വലിയൊരു വിശ്വാസം ഉണ്ടാവില്ല. അപ്പം ഞാനൊക്കെ മുമ്പ് പോക്കോയുടെ ഒരു ഫോൺ എടുത്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പം ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെപ്പോലുള്ളവർക്ക് ചിലപ്പം പോക്കോ ബ്രാൻഡിലുള്ള ഒരു ഫോൺ ഇനി എടുക്കാനൊരു പേടിയുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റെഡ്മി നോട്ട് 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ എടുക്കാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും സെയിം ആണ്. 5100 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ഫോണുകളിലും സെയിം വെർഷൻസ് ആയിട്ട് വരുന്നത് 8 GB റാം 256 GB ഇന്റേണൽ വെർഷനാണ്. ഈ ഒരു വെർഷൻ്റെ റെഡ്മിയുടെ വില വരുന്നത് 27,999 രൂപയാണ്. പോക്കോയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. അപ്പോൾ ഈ സെയിം വെർഷൻസിൻ്റെ കാര്യത്തിൽ 6000 രൂപയുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റെഡ്മിയിൽ 8 GB റാം 128 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 25,999 രൂപയാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. റെഡ്മിയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 29,999 രൂപയാണ്. പോക്കോയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്. പിന്നെ പോക്കോയിൽ 12 GB റാം 512 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും പല ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആണ്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറും സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിഫറൻസ് എന്ന് പറയാനുള്ളത്, റെഡ്മിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാക്ക് ക്യാമറ പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പോക്കോ ബ്രാൻഡിനേക്കാളും വിശ്വാസം റെഡ്മി ബ്രാൻഡിങ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. പോക്കോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ മാത്രം റെഡ്മി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പോക്കോയും എടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ രണ്ട് ഫോണുകളിൽ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.